വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 2. ദൈവം തന്റെ ഏകജാതനെ എന്തിനായി നൽകി? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ ലഭിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു എന്റെ വചനം തന്നെയാണ് വിധി ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനങ്ങൾ നിരസിക്കുന്നവരെ പറ്റി സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 4. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ ഡാഷ് പോകുന്നില്ല, എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, പൂരിപ്പിക്കുക. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിരുനാളിന്. ക്വസ്റ്റ്യൻ നമ്പർ 6. വചനം ആരുടെ മുഖാന്തിരം മനുഷ്യർക്ക് വെളിപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 7. ശിഷ്യന്മാർ യേശുവിനോട് റബ്ബി ഭക്ഷണം കഴിച്ചാലും എന്ന് പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവർ തിരിച്ചെത്തിയപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 8. ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബദ് എന്നവന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. യൂദായ്ക്ക് താമാരിൽ ജനിച്ച ഡാഷ് ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പേരസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു, എന്നാൽ ഡാഷ് എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 11. ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ന്യായാധിപന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർ ജീവിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 13.
എവിടെ വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് യേശു ഞാൻ ലോകത്തിന് പ്രകാശമാണ് എന്ന് പറഞ്ഞത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. യഹൂദർ യേശുവിനോട് അടയാളം ചോദിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെരുശലേം ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. കലവറക്കാരന്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ ആരോട് കൽപ്പിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 16. അന്ത്രയോസ് കുട്ടിയെ പറ്റി പറഞ്ഞത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു ചോദിച്ച ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 17. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതിയരിലെ എന്തായിട്ടല്ല. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാപികളായി. ക്വസ്റ്റ്യൻ നമ്പർ 18. യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 19. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന അവനെ സൂചിപ്പിക്കുന്നത് ആരെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു പഠിപ്പിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദേവാലയം. ക്വസ്റ്റ്യൻ നമ്പർ 21. എന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും ഡാഷ് അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദിതരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 22. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഈ അടയാളങ്ങൾ ചെയ്യുകയില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 23. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന വാക്കുകൾ ആരാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 24. മനസ്സിൽ ജീവിതകാലം മുഴുവൻ എന്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആനന്ദിക്കുകയും ആസ്വദിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 25. ആത്മാവിൽ നിന്ന് എന്ത് കൊയ്തെടുക്കും? ആത്മാവിനെയായി വിതയ്ക്കുന്നവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. അവൻ സാക്ഷ്യത്തിനായി വന്നു, എന്തിന് സാക്ഷ്യം നൽകാൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിച്ചത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 27. അവിടെ എത്തിയപ്പോൾ കർത്താവ് ഡാഷ് ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി, ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
നഗരത്തെയും. ക്വസ്റ്റ്യൻ നമ്പർ 28. അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്. ക്വസ്റ്റ്യൻ നമ്പർ 29. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ ഡാഷ്. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെറുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. അവൻ ഡാഷ് കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉറങ്ങാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. നാം തന്നെയും ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടാൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി എവിടേക്ക് വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 35. ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു, മോവാബ് ഡാഷ് നിന്ന് തിരിച്ചു വന്ന നവോബി നമ്മുടെ ബന്ധുവായ എലിമെലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദേശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 36. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫരിസേയരിൽ ആര് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് എവിടെ ക്ഷാമമുണ്ടായി? അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 39. താൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ താൻ ആരാകുകയില്ലെന്നായിരുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ ദാസൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മർദ്ദിതരെ. ക്വസ്റ്റ്യൻ നമ്പർ 41.
ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. എന്ത് പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തിരുനാൾ. ക്വസ്റ്റ്യൻ നമ്പർ 43. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ഡാഷ് പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 44. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് എവിടേക്ക് പോവുക? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദയായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ഡാഷ് സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബന്ധിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. മകളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ ഡാഷ് അറിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചയക്കാർക്കെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 47. സാമുവൽ എങ്ങോട്ടാണ് മടങ്ങിപ്പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. പീലിപ്പോസ് ആരുടെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അന്ത്രയോസിന്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 49. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാപിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 50. നിയമത്തിന് ഡാഷ് അനുസരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവേൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിധേയരായിരിക്കുവാൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിവേകശൂന്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു കടലിന് മീതെ നടക്കുന്നത് ശിഷ്യന്മാർ എങ്ങനെ കണ്ടു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വള്ളത്തെ സമീപിക്കുന്നത് കാണിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 53. യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് നിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിങ്ങൾ അറിയാത്ത ഒരുവൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ആരാണ് രാത്രി യേശുവിന്റെ അടുത്ത് വന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിക്കോദമോസ്.
ക്വസ്റ്റ്യൻ നമ്പർ 55. യേശു അവളുടെ ഭർത്താവല്ലാത്തവൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവളോട് എന്ത് സംഖ്യ സൂചിപ്പിക്കുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 5. ക്വസ്റ്റ്യൻ നമ്പർ 56. ആരുടെ സാക്ഷ്യം മൂലമാണ് സമരിയക്കാരിൽ അനേകർ ഈശോയിൽ വിശ്വസിച്ചത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സമരിയക്കാരി സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവം രക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 58. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആരോട് കൂടെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 59. ജീവിച്ചു പോയവരെ മരിച്ചു പോയവരെക്കാൾ ഭാഗ്യവാന്മാർ ആരായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും. ക്വസ്റ്റ്യൻ നമ്പർ 60. യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതൽ ശ്രമിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യെരുശലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. തീർച്ചയായും അല്ല, ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഡാഷ് അതിക്രമം കാണിക്കുകയാണ്. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 62. വചനത്തിൽ എന്തുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. നിക്കോദേമോസ് ഈശോയെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 64. ഒരുപിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള ഡാഷ് പാഴ്വേലയെക്കാളും ഉത്തമം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അധ്വാനത്തെക്കാളും. ക്വസ്റ്റ്യൻ നമ്പർ 65. ഓരോ വ്യക്തിയും വിലയിരുത്തേണ്ടത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്വന്തം ചെയ്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നീ വിസ്മയിക്കേണ്ട എന്ന് പറഞ്ഞത് ആരോട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 67. ആദിയിൽ എന്തുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വചനം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്തെന്നാൽ ഡാഷ് മോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജഡ. ക്വസ്റ്റ്യൻ നമ്പർ 69. എഫ്രൈം ഡാഷിലെ റമാത്തായിമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാൾ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. സാമുവലിന്റെ വാക്ക് ആര് മുഴുവൻ ആദരിച്ചു? 1 സാമുവൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. ജനങ്ങൾ യേശുവിനെ പ്രവാചകൻ എന്ന് പറഞ്ഞു. എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 72. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിന്റെ പ്രവർത്തികൾ ഡാഷ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തിന്മയാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 73. അവിടെ എത്തിയപ്പോൾ കർത്താവ് നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും ഡാഷ് മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കുരുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 74. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വെളിച്ചമായി. ക്വസ്റ്റ്യൻ നമ്പർ 75. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 76. ദൈവം പൗലോസ്ലീഹായെ തിരഞ്ഞെടുത്തത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 77. രോഗി സുഖം പ്രാപിച്ച ദിവസം ഏത് ദിവസമായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സാബത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 78. ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു. എഫ്രായരുടെ ഡാഷ്നത പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗബാധിതൻ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കവർനാം. ക്വസ്റ്റ്യൻ നമ്പർ 80. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു. ആരെക്കുറിച്ചാണ് ഗലാത്യ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 81. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം ഡാഷ് എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവികമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. നവോമി മോവാബിൽ നിന്ന് അവിടുത്തുകാരിയായ ആരോടുകൂടിയാണ് തിരിച്ചെത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മരുമകൾ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 83. യോഹന്നാന്റെ ശിഷ്യന്മാർ യഹൂദനോട് എന്തിനെ കുറിച്ച് തർക്കിച്ചു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശുദ്ധീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 84. നവോമിയുടെ മക്കൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. ക്വസ്റ്റ്യൻ നമ്പർ 85. കർത്താവിന്റെ പേടകം എടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഡാഷ് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന്
പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു വശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 86. സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന പദം യേശു എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1. ക്വസ്റ്റ്യൻ നമ്പർ 87. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 88. വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ആരെക്കുറിച്ചാണ് സ്ലീഹ ഇപ്രകാരം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 89. സിലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അയക്കപ്പെട്ടവൻ. ക്വസ്റ്റ്യൻ നമ്പർ 90. കാലാപെറുക്കാൻ ആരുടെ കൂടെ ചേർന്ന് കൊള്ളുവാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാസിമാരോട് കൂടി. ക്വസ്റ്റ്യൻ നമ്പർ 91. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ഡാഷ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹാഗാർ. ക്വസ്റ്റ്യൻ നമ്പർ 93. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 94. കാന ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ എവിടെ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഷിലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. മനുഷ്യൻ ആരാണെന്ന് ആരോട് അവന് മല്ലിടാൻ കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തന്നേക്കാൾ ശക്തനോട്. ക്വസ്റ്റ്യൻ നമ്പർ 97. അധ്വാനം എന്നത് എന്ത് സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രയത്നം, കഠിന പ്രയത്നം. ക്വസ്റ്റ്യൻ നമ്പർ 98. സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം ഡാഷ് പാഴ്വേലയും അത്രേ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മിഥ്യയും. ക്വസ്റ്റ്യൻ നമ്പർ 99. യേശു ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പരാമർശിച്ച പ്രധാന വസ്തു എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 100. അപ്പവും മീനും വിതരണം ചെയ്ത ശേഷം ജനങ്ങൾ ഡാഷ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തൃപ്തരായി. നന്ദി. വചനവയൽ ആപ്പ്
എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.